നമസ്കാരം. പി കെ ശശിയെ പുറത്താക്കിയതിനു ശേഷം അന്തംഗമികളുടെ തെരുവിലെ ഈങ്കുലാസ് സിന്ദാബാദ്. വിപ്ലവ സൂര്യനെന്ന് ഞങ്ങൾ വാഴ്ത്തിയവൻ ഇന്ന് പ്രസ്ഥാനത്തിൻ്റെ അന്തകനായി മാറിയിരിക്കുന്നു. എടാ ശശി, നീ ഒരു പെണ്ണുപിടിയനാണെന്നും നാറിയ അഴിമതിക്കാരനാണെന്നും ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു. പക്ഷേ പാർട്ടി സ്നേഹം കൊണ്ട് ഞങ്ങളത് മൂടിവെച്ചു. ഇപ്പോൾ നീ പുറത്തായ സ്ഥിതിക്ക് നിന്റെ ജാതകം ഞങ്ങൾ തെരുവിൽ വിളിച്ചു പറയും. വിപ്ലവ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ നീ വെറും ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ മാത്രം. നിന്നെപ്പോലെയുള്ള വിഷജന്തുക്കളെ ഈ മണ്ണ് വാഴിക്കില്ല. വിപ്ലവ പ്രസ്ഥാനത്തെ ചതിച്ചവൻ്റെ ഗതി ഇതാണ്. ഇങ്ങനെയൊക്കെയാണ് അന്തംഗമികൾ തെരുവിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാൽ പി കെ ശശി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. പി കെ ശശി മറുഭാഗത്ത്, എൻ്റെ കാൽ കീഴിൽ ഇഴഞ്ഞു നടന്നവനല്ലേ നീയൊക്കെ. ജില്ലാ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്നത് ഒരു ഒന്നാം തര സ്പിരിറ്റ് രാജാവാണ്. കള്ളു കുടിച്ച് ബോധമില്ലാതെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ലോക്കൽ സെക്രട്ടറി തീരുമാനിക്കുന്നത്. കൊടിയേരിക്ക് ശേഷം ഈ പാർട്ടിയിൽ ആണുങ്ങളില്ല. ഉള്ളതൊക്കെ വെറും പാവകൾ മാത്രം. എന്നെ പുറത്താക്കിയെന്നോ? ഞാൻ സ്വയം ഇറങ്ങിപ്പോയതാണ്. ഈ നാറിയ കുപ്പായം എനിക്കിനി വേണ്ട. നിന്റെയൊക്കെ സ്പിരിറ്റ് കാശ് എണ്ണി വാങ്ങുന്ന നേതാക്കൾക്ക് പോയി വിപ്ലവം ഓതി കൊടുക്ക്. കണ്ടോ, ഇതാണ് നമ്മുടെ നാട്. ഇന്നലെ വരെ ശശിയേട്ടൻ സിന്ദാബാദ് എന്ന് തൊണ്ടകീറി വിളിച്ച നാവുകളിന്ന് ശശി ഒരു തെമ്മാടി എന്ന് വിളിക്കുന്നു. കൂടെ നിന്നപ്പോൾ ശശി ഇവർക്ക് ദൈവമായിരുന്നു. പെണ്ണുപിടിയും അഴിമതിയുമൊക്കെ അന്ന് ചെറിയ തെറ്റുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ പുറത്തായപ്പോൾ ശശി ഭൂലോക തോൽവിയായി. ഇത്രയും കാലം കൂടെ നിർത്തി തീറ്റിച്ചവനെ ഇപ്പോൾ തെരുവിൽ നാറ്റിക്കാൻ ഇവർ കാണിക്കുന്ന ആവേശം ഒന്ന് നോക്കേ. ഇലക്ഷൻ വരുമ്പോൾ പ്രതിപക്ഷത്തെ തെറി വിളിക്കുന്നതിനേക്കാൾ ആവേശമാണ് സ്വന്തം കൂടെ നിന്നവനെ നാറ്റിക്കാൻ ഇവർ കാണിക്കുന്നത്. പ്രസ്ഥാനത്തിന് അഭിവാദ്യങ്ങളെന്ന ബോർഡ് വെച്ച് സ്വന്തം ചീഞ്ഞ മുഖം മറയ്ക്കാൻ നോക്കുന്ന ഇവരുടെ കോമാളിത്തരം കണ്ടാൽ ചിരിക്കാതിരിക്കാൻ എങ്ങനെയാണ് പറ്റുക? സ്പിരിറ്റും അടിച്ച് പെണ്ണും പിടിച്ച് സുഖിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി തെരുവിൽ കിടന്ന് പൂരപ്പാട്ട് പാടുന്ന ഈ അന്തംഗമികളുടെ അവസ്ഥ ശരിക്കും പരിതാപകരം തന്നെ. കൂടെയുള്ളപ്പോൾ രാജാവ്, പുറത്തായാൽ പെണ്ണുപിടിയൻ. ഇതാണ് ഇവരുടെ വിപ്ലവ നയം. എന്തായാലും അന്തംഗമികളുടെ ഈ സർക്കസ് ശരിക്കും കൗതുകകരം തന്നെ. എന്തായാലും ജനങ്ങളുടെ ഭാഗ്യം, ഇലക്ഷൻ അടുക്കുമ്പോഴെങ്കിലും പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഈ നാറിയ കഥകൾ ജനങ്ങൾ അറിഞ്ഞല്ലോ. ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ച് വിപ്ലവം പ്രസംഗിച്ചവരുടെ ഉള്ളിലിരിപ്പ് ഇപ്പോൾ പുറത്തായി. കൂടെ നിൽക്കുമ്പോൾ രാജാവ്, ഇറങ്ങിപ്പോയാൽ പെണ്ണുപിടിയൻ. ഇതാണ് ഇന്നത്തെ വിപ്ലവത്തിൻ്റെ പുതിയ രീതി. ശശിയും പാർട്ടിയും തമ്മിലുള്ള ഈ തെറിവിളി രാഷ്ട്രീയം കേരളത്തിനൊരു വിരുന്നാണ്. ഇവരുടെ PR ടീമിനുള്ള വമ്പൻ പണി നമുക്കാണെങ്കിൽ ചിരിക്കാനുള്ള കാരണവും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.